നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. നയൻ ഓഫ് സോൾസ് എനർജിയാണ്. ലൈഫിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ലൈഫിൽ ആരും ഇല്ല എൻ്റെ കൂടെ എന്നുള്ള ഒരു രീതിയിൽ മനസ്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. കാരണം നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ വിഷമം അതെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് അത് വിഷമം അത് കംപ്ലീറ്റ് ആക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒറ്റയ്ക്കാവാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ദ ചാരിയറ്റ് ആണ്. ഇവിടെ ഈ റിലേഷനിൽ ഒരു മൂവ്മെന്റ് വേണം. ഈ റിലേഷൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മുന്നോട്ടുള്ള ഈ റിലേഷൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷനെ കാണുന്നത്. അത്രയും ഡീപ്പായിട്ട് ഈ റിലേഷനിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഇമോഷണലി നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഉള്ള ആ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഈ റിലേഷനിലോട്ടുള്ള ആ ഒരു ഇൻവോൾവ്മെന്റ് അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരുത്താൻ അല്ലെങ്കിൽ ഒരു മുന്നോട്ടൊരു മൂവ്മെന്റ് ഈ റിലേഷനിൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 5 ഓഫ് വാൺസ് എനർജിയാണ്. നിങ്ങൾ തമ്മിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ വഴക്കും സംസാരങ്ങളൊക്കെ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും വാക്ക് തർക്കങ്ങൾ നടന്നിട്ട് മാനസികമായിട്ട് നിങ്ങളിപ്പോൾ പെയിൻഫുൾ ആയിട്ട് ഇരിക്കുന്നതിന്റെ റീസൺ കൂടി അതാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു വഴക്കിന്റെ ആ ഒരു പെയിൻ ആണ് നിങ്ങളെ ഇത്രയും ഹോണ്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വഴക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻ ഇനി മുന്നോട്ട് ഈ റിലേഷനിൽ ഒരു ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഇത് ഇനിയും മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 6 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. രണ്ടുപേരും പാസ്റ്റ് ലൈഫിൽ കണക്റ്റഡ് ആയിരുന്ന ആളുകളാണ്. അത്രയും ഡീപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു കണക്ഷനും ബോണ്ടിങ്ങും എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അതേ കാര്യങ്ങൾ തിരിച്ച് നിങ്ങളോട് ഇങ്ങോട്ട് പറയുന്ന രീതിയിലുള്ള അത്രയും ബോണ്ടിങ് ആയിട്ടുള്ള റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കണക്ഷനാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷനിലാണ് നിങ്ങൾ തമ്മിൽ ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിണങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങൾ വേദനിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു റിലേഷന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 6 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര വഴക്കിട്ടാലും എത്ര ഇഷ്യൂസിലൂടെ കടന്നു പോയാലും ഈ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, ജഡ്ജ്മെന്റ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ജഡ്ജ്മെന്റ് ഈ റിലേഷനിൽ ഉണ്ടാവും. നിങ്ങൾ എത്ര പെയിൻഫുൾ ആയിട്ട് ഈ റിലേഷനിൽ പോയാലും ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് കരുതിയാലും ഇവിടെ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് തന്നെ മുന്നോട്ടുണ്ടാവും. ഈ പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ഇവിടെ നിങ്ങൾ അവരെ ഒരിക്കലും ഈ റിലേഷനിലോട്ട് വരില്ല, ഈ റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോയാലും അവർക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത്.
4 ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങൾ അത്രയും ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പേഴ്സണും അതേ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നത്. അവരും മാനസികമായിട്ട് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പെയിൻഫുൾ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അവർക്ക് അവരുടെ ഹൃദയം നഷ്ടം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം, അവരുടെ ആ ഒരു എന്താ പറയാ, അത്രയും അവർക്ക് എന്തോ അവരുടെ ജീവൻ പോലെ നഷ്ടപ്പെട്ട പോലെ, അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട പോലുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു കാർഡ് കൂടി വന്നിട്ടുണ്ട്. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴ് അവർ മാറി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിഷമിക്കുന്ന പോലെ തന്നെ അവർക്കും പെയിൻ ഉണ്ട്, അവരും വിഷമിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു പെയിൻ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ റിലേഷനിൽ മുന്നോട്ടൊരു റീസ്റ്റാർട്ട് വേണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും മുന്നോട്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. റെസിപ്രോസിറ്റി എന്നാണ് കാണിക്കുന്നത്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ റിലേഷനിൽ മുന്നോട്ട് വേണം എന്നുള്ള രീതിയിൽ അവര് ഈ റിലേഷന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. അവരിപ്പോ മാറി നിൽക്കുവാണെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അൺവർത്തി എന്നാണ് കാണിക്കുന്നത്. അവര് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ള ഒരു ചിന്ത അവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തമാശയായിട്ട് പറഞ്ഞത് ചിലപ്പോൾ അവർക്ക് അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പെയിൻ അവരുടെ മനസ്സിൽ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൂടി ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതിന് റീസൺ ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. മിസ്റ്റേക്സ് എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരവരുടെ മിസ്റ്റേക്ക് തിരുത്താനും ഈ റിലേഷനിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു വാക്കുതർക്കം, വഴക്ക്, അത് അവരായിട്ട് തന്നെ സോൾവ് ചെയ്യാനും ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനുവേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഡിറ്റാച്ച്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ പെയിൻ സഹിക്കാൻ വയ്യാതെ നിങ്ങളൊരു ഡിറ്റാച്ച്മെന്റിലോട്ട് വരുന്നുണ്ടാവാം. അപ്പോൾ മെഡിറ്റേഷനും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളോട്ട് ഇൻവോൾവ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കും. കാരണം നിങ്ങൾ എപ്പോഴും ഈ ഒരു റിലേഷനിലെ ഒരു ചേസിങ് എനർജിയിലോട്ട് മാറാതെ നിൽക്കുമ്പോഴേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം ഈ റിലേഷനിൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് കാണിക്കുന്നത്. അടുത്ത ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിൽ ഒരു ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഓപ്പർച്യൂണിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ്, ഈ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് കാർഡ് വന്നല്ലോ, അതുപോലെ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ എൻഡ് ആക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരും. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് വറി ചെയ്യേണ്ട സിറ്റുവേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരുപാട് ടെൻസ്ഡ് ആയി നിൽക്കേണ്ട സിറ്റുവേഷൻ അല്ല. നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് റിലേഷനെ കാണുക എന്നുള്ളതാണ് കേട്ടോ. അബണ്ടൻസ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ ഒരു അബണ്ടൻസ് വരും, അതായത് ഒരു സമൃദ്ധി, സന്തോഷം എല്ലാം ഈ റിലേഷനിൽ മുന്നോട്ട് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കാതെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ മുന്നോട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിലായിരിക്കും എന്നുള്ളത്. നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളിലോട്ട് ഫോക്കസ്ഡ് ആവാതെ അവർക്ക് എന്തൊക്കെ ആയാലും എത്ര വഴക്കിട്ടാലും എന്നെ വിട്ടു പോകാൻ പറ്റില്ല എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നിങ്ങളുടെ പേഴ്സണും ഈ റിലേഷനോട് തിരിച്ചു വരും എന്നുള്ള ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയിട്ട് അവരെ പ്രതീക്ഷിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1986, 1994, ഉത്രട്ടാതി, തിരുവാതിര, ലെറ്റർ വി, ലെറ്റർ യു,
ലെറ്റർ എച്ച് 2000, തൃക്കേട്ട, പൂരുട്ടാതി, രോഹിണി, ആയില്യം, ലെറ്റർ പി, ലെറ്റർ എം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.